പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിലെ കോന്നി റീച്ച് ഡാർക്ക് സ്പോട്ടായി മാറുകയാണ്. പിന്നിട്ട 3 മാസങ്ങൾക്കിടെ ഈ മേഖലയിൽ ഉണ്ടായത് 20ലേറെ അപകടങ്ങളാണ്. ഒടുവിലുണ്ടായ അപകടത്തിൽ 4 പേരാണ് മരിച്ചതെങ്കിൽ ഇതര അപകടങ്ങളിലായി പരിക്കേറ്റവർ അനവധിയാണ്. മുൻപ് അപകടങ്ങളുണ്ടായ പ്രധാന ഇടങ്ങൾ കാട്ടിത്തരികയാണ് മാതൃഭൂമി ന്യൂസ്. കൂടൽ ഇഞ്ചപ്പാറ ബഥേൽ മർത്തോമാത് പള്ളിക്ക് എതിർവശം പിന്നിട്ട 3 മാസത്തിനിടെ ഉണ്ടായ ആദ്യത്തെ വലിയ അപകടം സെപ്റ്റംബർ 21-ന് ഇവിടെയായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ബന്ധുവിനെ യാത്രയാക്കിയ ശേഷം തിരിച്ച് തമിഴ്നാട് മാർത്താണ്ഡത്തേക്ക് പോയ സംഘം സഞ്ചരിച്ചിരുന്ന വാഹനം നിയന്ത്രണം വിട്ട് ക്രാഷ് ബാരിയറിൽ ഇടിച്ചു കയറിയാണ് അന്ന് അപകടമുണ്ടായത്. ഒരു സ്ത്രീയടക്കം 2 പേർ മരിച്ചു, 2 പേർക്ക് പരിക്കേറ്റു. ഈ സെപ്റ്റംബർ 21 തലേദിവസം ഇവിടെ അപകടം ഉണ്ടായി. പക്ഷെ അത് വലിയൊരു പ്രശ്നമായില്ല. എങ്കിലും കുറേ നാൾ ഒരു ഹോസ്പിറ്റലിൽ കിടക്കേണ്ടതായ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു സ്ത്രീയെ വണ്ടി ഇടിച്ചു. വളരെ വേഗത്തിലാണ് വണ്ടികൾ പോകുന്നത്. പിന്നെ ശബരിമല സീസൺ ആകുമ്പോഴേ ചൂട് കാപ്പി കൊടുക്കുകയോ അങ്ങനെ ചുക്ക് കാപ്പി കൊടുക്കുകയോ ഒക്കെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു പക്ഷം. അങ്ങോട്ട് വെട്ടിയെടുത്താണ്. നേരത്തെ സ്ലോപ്പായി കിടന്ന ഭൂമിയാണ്. അവിടെ നിൽക്കുന്ന റബ്ബർ മരങ്ങൾ അതേത് സമയവും താഴേക്ക് പതിക്കും. വീണ് കഴിഞ്ഞാൽ വലിയ ദുരന്തമാണ് കൊണ്ടാകാൻ പോകുന്നത്. അതുപോലെ മണ്ണ് ഓരോ മഴ ഇപ്പോൾ ഈ മഴ പെയ്തപ്പോഴാണ് ഇവിടെ ഇത്രയും മണ്ണ് ഇടിഞ്ഞു വീണിരിക്കുന്നത്. KSTPയുടെ AXA ഉൾപ്പെടെ അവരൊരു ഗ്യാങ്ങായിട്ട് ഇവിടെ വന്നതെല്ലാം കണ്ടിട്ട് ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു പോയതാണ്. പക്ഷേ ഉണ്ടായില്ല. ഇവിടെ ഒരു 6-7 സ്ട്രീറ്റ് ലൈറ്റുകൾ ഉണ്ടെങ്കിൽ ഈ രാത്രി കാലങ്ങളിൽ ഏറ്റവും നന്നായിരിക്കും. മുറിഞ്ഞകൽ മുതൽ ഈ എടത്തറ വരെയുള്ള ഭാഗത്ത് വളരെ കർശനമായുള്ള നിയന്ത്രണം പാലിക്കാൻ എന്ത് സംവിധാനമാണോ ചെയ്യുന്നത്, അതായത് ക്യാമറകൾ സ്ഥാപിച്ചോ അല്ല എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ഇനിയും വലിയ ദുരന്തത്തിലേക്കായിരിക്കും നമ്മൾ. ഡിസംബർ 1-ാം തീയതി കലഞ്ഞൂർ ഗവൺമെന്റ് ഹൈസ്കൂളിന് മുൻവശത്തായിരുന്നു അപകടം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് രോഗിയുമായി പോയ ആംബുലൻസ് എതിർദിശയിൽ വന്ന KSRTC ബസ്സിൽ ഇടിച്ചാണ് അപകടം. 10 പേർക്ക് പരിക്കുണ്ട്. ഏകദേശം പത്തനാപുരം മുതൽ കൊല്ലമ്പടി വരെയുള്ള റോഡിന്റെ അനാവസ്ഥ മൂലം നിരവധി പ്രാവശ്യങ്ങൾ, നിരവധിയല്ല, ഡെയിലി ആക്സിഡന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനോട് ഒരു 6-7 ജീവൻ തന്നെ പോയിട്ടുണ്ട്. കലഞ്ഞൂരിനും പത്തനാപുരത്തിനും മധ്യേയുള്ള ഇടത്തറ. ഡിസംബർ 8-ാം തീയതി പുലർച്ചെ 2:30-നാണ് ഇവിടെ അപകടമുണ്ടാകുന്നത്. ശബരിമല ദർശനം കഴിഞ്ഞ് ആന്ധ്രയിലേക്ക് മടങ്ങിയ അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന കാർ ഈ മതിലിൽ ഇടിച്ച് നിയന്ത്രണം വിട്ട് റോഡിന്റെ ഇടതുവശത്തേക്ക് മറിയുകയാണ് ഉണ്ടായത്. തുടർന്ന് വാഹനത്തിന് തീപിടിച്ചു. ഒരു കുട്ടിയടക്കം 5 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. അവർക്ക് നിസ്സാരമായ പരിക്കേറ്റു ഉള്ളൂ എങ്കിൽ പോലും വാഹനം പരിപൂർണമായി കത്തി നശിച്ചു. ശരിക്കും ഒരു 17 അയ്യപ്പ ഭക്തർ ഉൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട് ഈ 1.5 മാസത്തിനുള്ളിൽ. ചെറിയ അപകടങ്ങളാണ്, പക്ഷേ എങ്കിൽ പോലും അപകടങ്ങളുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ റൂട്ടിൽ. കൊടും വളവുകളൊക്കെ തന്നെ എല്ലാ വളവുകളും അപകട കേന്ദ്രങ്ങളായി മാറുന്നൊരവസ്ഥയാണ് ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. കോന്നി നെടുമൺകാവിൽ ശനിയാഴ്ച പുലർച്ചെ 4:30-ക്കുണ്ടായ അപകടത്തിൽ തകർന്ന വാഹനമാണിത്. നെടുമ്പാശ്ശേരിയിൽ ബന്ധുവിനെ യാത്രയാക്കിയ ശേഷം പുനലൂരിലേക്ക് മടങ്ങിയ കുടുംബാംഗങ്ങൾ സഞ്ചരിച്ചിരുന്ന കാർ പിക്കപ്പ് വാനിന് പിന്നിലിടിച്ചാണ് അപകടം. ഡ്രൈവർ അടക്കം 6 പേർക്കാണ് പരിക്ക്. ഇവിടെയും ഡ്രൈവർ ഉറങ്ങിപ്പോയത് തന്നെയാണ് അപകടത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത്. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച പുലർച്ചെ 4:05 കോന്നി മുറിഞ്ഞകല്ലിൽ നിയന്ത്രണം വിട്ട കാർ എതിർദിശയിലെത്തിയ ബസ്സിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ നവദമ്പതികളടക്കം ഒരു കുടുംബത്തിലെ 4 പേരാണ് മരിച്ചത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ കോന്നി ഭാഗം സഞ്ചാരയോഗ്യമായിട്ട് 1 വർഷം പിന്നിടുകയാണ്. വേഗതയേറിയ യാത്രയ്ക്ക് അവസരമൊരുക്കുന്നത് തന്നെയാണ് റോഡ് നിർമ്മാണം. ആ മേഖലയിൽ പിടിവിട്ട യാത്ര തന്നെയാണ് അപകടങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.